നമ്മളിന്ന് ഉണ്ണിയേട്ടനെ കാണാൻ പോണ്. ഇങ്ങനെ നമ്മൾ ഉണ്ണിയേട്ടന്റെ വിശേഷത്തേക്ക് കിടക്കാം. വിജയന്റെ ഫാനാണ് കാണുമോ? കാണാൻ പറ്റുമോ? നനച്ച വണ്ടി കൊണ്ട് കേരളത്തിക്ക് വരുവുള്ളൂ കേട്ടാ. അപ്പൊ എന്നെ കാണാൻ തരുമോ? കാണാൻ തരുമല്ലേ? നനച്ച വണ്ടിക്കാരൻ നനച്ചെടുത്ത് നിൽക്കാൻ முடியுது. அதுக்காக கொஞ்சம் ஃபிளாட் போய் நிற்கணும். அப்பதான் அந்த வண்டி வரும். அப்பதான் அந்த இடத்த போக முடியும். உஸ்பேத்தனை அவருக்கு டொம்முன்னு கடுப்பேத்தனை கம்மன்ற வாழ்க்கை சம்பந்தம் കിരീടത്തേക്ക് എവിടെ വേണേ കണ്ടവർക്കാണ് അന്ത കണം തലക്കി ഇറക്കക്കൂടാതെ. എന്ത് സങ്കടമല്ല, മഴയല്ല, വെയിലല്ല, എന്ത് വന്നാലും ഉണ്ണിക്കണ്ണ മംഗൾ ഡാമിന്റെ എന്തൊക്കെ ആഗ്രഹിച്ചാൽ അതൊക്കെ നേടിയെടുത്തിട്ടാ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ. ഇനി നനച്ച വണ്ടിയും കൊണ്ടേ കേരളത്തിലേക്ക് വരുവുള്ളൂ. സന്തോഷ് ജോർജ് കൊളക്കര സാറ് പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും വെയിലല്ല മഴയില്ല എത്ര അത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ പുഞ്ചിരിയായി മാറട്ടെ. ചോർന്നൊലിക്കണ ഓലപ്പേരിന്റെ താഴെ ഒരു നേരത്തെ മുളകോട് ചേർച്ച് ഉപ്പിലിട്ട മാങ്ങയായി കഴിച്ച് കണ്ണുനീര് കൊണ്ടിരിക്കണ താജ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിച്ച അത് നടന്നിരിക്കും. അതിന്റെ ഒരു ലക്ഷ്യം. ഉണ്ണിക്കണ്ടയിൽ ഇപ്പൊ ഐഫോണ് തീറ്റാ പറ്റത്ത് ഇൽസലിക്ക് അതിലേക്ക് 20 കിലോ കുറച്ചല്ല ഐഫോൺ തരുള്ളൂ. 15 കിലോ കുറച്ചപ്പോ ഐഫോൺ ഒന്ന് എന്റെ വർക്കും ഡെഡിക്കേഷനും അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ 4ാം ക്ലാസ് ആലോചിക്കും ഉണ്ണിക്കണ്ണ മംഗളുടെ അവന്റെ ഉമ്മ എന്റെ ഐഫോൺ ഒന്ന് കാണിച്ചു തരുമോ? ഇതാണ് ഐഫോൺ. ഒന്നുമല്ലാത്ത 4ാം ക്ലാസ്സുകാരനെ ഈ ഐഫോൺ കിട്ടണമെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാം. ഇനി മുതൽ ഉണ്ണിക്കണ്ണ 4ാം ക്ലാസ് അല്ല, ഇത് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാം. അപ്പൊ ഉണ്ണിക്കണ്ണ മംഗളുടെ അവന്റെ ഉമ്മ